കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേ സ്തോത്രം. വീണ്ടും ആമേ സ്തോത്രം. ഒരു വിശുദ്ധ ദിവസം കൂടെ ഒരുമിച്ച് കർത്താവിനെ ആരാധിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കിയ നല്ല കൃപകളെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഇന്ന് പകലിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടെ വിക്ടറി ഇൻ്റർനാഷണൽ AG വർഷിപ്പ് സെൻറ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കർത്താവ് നിങ്ങളെല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഇന്ന് പകൽ അല്പസമയം ചിന്തയ്ക്കായി നമുക്കൊരു വചനഭാഗം വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 6 ദിവസം കഴിഞ്ഞ ശേഷം യേശു പത്രോസിനെയും യാക്കോബിനെയും അവൻ്റെ സഹോദരനായ യോഹന്നാനെയും കൂട്ടി തനിച്ച് ഒരു ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി അവരുടെ മുൻപാകെ രൂപാന്തരപ്പെട്ട് അവൻ്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ച് അവൻ്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി തീർന്നു. ആമേൻ. എത്ര പേർ സന്തോഷമുണ്ട്. ഹല്ലേലൂയ. കർത്താവിൻ്റെ ധന്യമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പകലിൽ നമുക്ക് വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കും. എത്ര പേർക്ക് സന്തോഷമുണ്ട്. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. മത്തായി എഴുതിയ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങളാണ് നമ്മൾ ഇന്ന് പകൽക്കാലം അല്പസമയ ചിന്തയ്ക്കായി നമ്മൾ വായിച്ചത്. ആമേൻ. ആ വചനം ഒരിക്കൽ കൂടെ നമുക്ക് വായിക്കാം. 6 ദിവസം കഴിഞ്ഞ ശേഷം യേശു പത്രോസിനെയും യാക്കോബിനെയും അവന്റെ സഹോദരനായ യോഹന്നാനെയും കൂട്ടി തനിച്ച് ഒരു ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി അവരുടെ മുൻപാകെ രൂപാന്തരപ്പെട്ട് അവന്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ച് അവന്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി തീർന്നു. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയിൽ യേശുവിന് അനേക ശിഷ്യന്മാരുണ്ടായിരുന്നു. എന്നാൽ അവരുടെ നടുവിൽ നിന്ന് ദൈവം 12 പേരെ തിരഞ്ഞെടുത്തു. 12 അപ്പോസ്തലന്മാരെ ദൈവം തിരഞ്ഞെടുത്തു. ദൈവം ചില സമയങ്ങളിൽ ദൈവം ചിലരെ തിരഞ്ഞെടുക്കും. ദൈവത്തിന്റെ പ്രവർത്തിക്കു വേണ്ടി എല്ലാവരും ദൈവത്തിന്റെ ശിഷ്യന്മാരാണ്. കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ഭൂലോകത്തിന്റെ അറ്റത്തോളം പോയി സകല ജാതികളോട് സുവിശേഷം പറഞ്ഞ് സകലരെയും ആരാക്കാനാ പറഞ്ഞ് സകലരെ ശിഷ്യരാക്കിക്കൊള്ളണം. അപ്പൊ കർത്താവായ യേശു ക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച സ്ഥാനമേറ്റുന്ന എല്ലാവരും യേശുവിന്റെ ശിഷ്യന്മാരാണ്. ഹല്ലേലൂയ. എന്നാൽ ദൈവം ചില സമയങ്ങളിൽ ആ ശിഷ്യന്മാരുടെ നടുവിൽ നിന്ന് ചിലരെ ദൈവം തിരഞ്ഞെടുക്കും. അത് ദൈവത്തിന്റെ പ്രത്യേക ചില പ്രവർത്തികൾക്ക് വേണ്ടി. ഇന്ന് പകലിലും ഇതിനകത്ത് ചിലരെ ദൈവം പ്രത്യേകിച്ച് തിരഞ്ഞെടുക്കും. ഇന്ന് പകൽ ചിലരുടെ മേൽ പ്രത്യേകമായ ചില തിരഞ്ഞെടുപ്പുകൾ വീഴും. എത്ര പേര് ഇന്ന് പകൽക്കാലം ദൈവമേ അങ്ങനെ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടാൻ എത്ര പേര് ഇതിനകത്ത് ആഗ്രഹിക്കുന്നുണ്ടോ? കർത്താവ്, ഇന്ന് പകൽ എൻ്റെ മേൽ അങ്ങനെ ഒരു തിരഞ്ഞെടുപ്പ്, അങ്ങനെ ഒരു നിയോഗം എൻ്റെ മേൽ വീഴണമെന്ന് ഇതിനകത്ത് എത്ര പേര് അതിനകത്ത് ആഗ്രഹിക്കും? ദൈവത്തിന് നമ്മുടെ പ്രായം വിഷയമല്ല, നമ്മുടെ സ്വന്തം വിദ്യാഭ്യാസം വിഷയമല്ല, നമ്മുടെ കഴിവോ ഇതൊന്നും ദൈവത്തിന് വിഷയമല്ല. ദൈവത്തിന് വിഷയം, ദൈവം ഒരു കാര്യം ഏൽപ്പിച്ചാൽ അത് വിശ്വസ്തയോടെ അത് ചെയ്യുമെന്നുള്ള കാര്യം മാത്രമാണ് ദൈവത്തിന് നോട്ടം. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവം ചിലരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, അവന്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തുവാൻ. ഹല്ലേലൂയ. അങ്ങനെ 12 പേരെ ദൈവം തിരഞ്ഞെടുത്തു. അവർക്ക് ഓരോ പൊസിഷൻ കൊടുത്തു. എന്നാൽ നമ്മൾ 12 അപ്പോസ്തലന്മാരിൽ നമ്മൾ നോക്കുമ്പോൾ കർത്താവ് ചില ഇടങ്ങളിൽ പോകുമ്പോൾ സ്തോത്രം പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും വേറിട്ട് കൊണ്ടുപോകുന്നത് നമുക്കവിടെ കാണുവാൻ കഴിയും. ഇന്ന് പകൽ ഞാൻ പറയും, ദൈവത്തിന് പ്രയോജനമുള്ളവരെ ദൈവം വേറിട്ട് കൊണ്ടുപോകും. ഓ ഹല്ലേലൂയ. ഇന്ന് പകൽ ദൈവത്തിന് പ്രയോജനപ്പെടുന്നവരെ ദൈവം വേറിട്ട് കൊണ്ടുപോകും. ചിലരെ ദൈവം വേർതിരിക്കും ഇന്ന് പകൽക്കാലം. ഹല്ലേലൂയ. ദൈവകുഞ്ഞ, നീ ദൈവത്തിന് പ്രയോജനമുണ്ടെന്ന് കണ്ടാൽ ദൈവം നിന്നെ വേർതിരിക്കും. നിന്റെ കുടുംബത്തിനകത്ത് ദൈവം നിന്നെ വേർതിരിക്കും, നിന്റെ സഭയ്ക്കകത്തു നിന്നെ വേർതിരിക്കും, നിന്റെ സമൂഹത്തിനകത്തു നിന്നെ വേർതിരിക്കും. ഹല്ലേലൂയ. ദൈവം വേർതിരിക്കുന്നതിനൊരു പ്രത്യേകതയുണ്ട്. ദൈവം വേർതിരിക്കുന്നവരെ ചില വേറിട്ട കാഴ്ചകൾ ദൈവം കാണിച്ചു കൊടുക്കും. ഇന്ന് പകൽ നിങ്ങളെ ദൈവം വേർതിരിച്ചാൽ സ്തോത്രം ഇതുവരെ ആരും കാണാത്ത സ്തോത്രം മറ്റ് 9 അപ്പോസ്തലന്മാർക്ക് കാണാൻ പറ്റാത്തത് ഈ 3 പേർ കാണും. ഹല്ലേലൂയ. ഇന്ന് പകൽ പറയണം, ഹല്ലേലൂയ, മറ്റാരും കാണാത്തത് ഞാൻ കാണും.
മറ്റാർക്കും കാണാൻ പറ്റാത്തത് ദൈവം എന്നെ കാണിക്കും. ആമേ സ്തോത്രം. ചിലരുടെ മുമ്പിൽ ദൈവം സ്വർഗം തുറക്കാൻ പോവുകയാ. ചിലരുടെ മുമ്പിൽ ദൈവം വാതിലുകളെ തുറക്കാൻ പോവുകയാ. ചിലരുടെ മുമ്പിൽ ദൈവം സ്വർഗത്തിന്റെ വാതിലുകളെ തുറക്കാൻ പോവുകയാ. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, ആമേ ചിലരുടെ മേൽ ആമേ ദൈവത്തിന്റെ സ്വർഗം തുറക്കാൻ പോവുകയാ. ഇന്നുവരെ നീ കാണാത്ത ചില വെളിപ്പാടുകൾ, ഇന്നുവരെ നീ കാണാത്ത ചില വെളിപ്പാടുകൾ, ഇന്നുവരെ കേൾക്കാത്ത ചില ദൈവ ശബ്ദം ഇന്ന് പകൽ ദൈവകുഞ്ഞ നീ കേൾക്കാൻ പോവുകയാ. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തോട് പറയണം, കർത്താവേ നീ ചിലരെ വേർതിരിക്കുമ്പോൾ അതിൽ ഒരു വ്യക്തി ഞാനായിരിക്കണം. ഇന്ന് പകലിൽ അങ്ങനെ ഒരു വ്യക്തിയാകാമെങ്കിൽ ആമേ ഞാൻ പറയും, ആരും കാണാത്ത വെളിപ്പാട്, ആരും കാണാത്ത ദർശനം, ആരും കേൾക്കാത്ത ദൈവ ശബ്ദം ദൈവകുഞ്ഞൻ നീ കേൾക്കും. ആരും കാണാത്തതും ആരും കേൾക്കാത്തതും നീ കാണാനും കേൾക്കാനും തുടങ്ങിയാൽ ആമേ സ്തോത്രം ഹല്ലേലൂയ, തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ നടുവിൽ നീ വ്യത്യസ്തനായി ദൈവം നിന്നെ നിർത്തും. ഹല്ലേലൂയ. നിന്റെ കുടുംബത്തിനകത്തു നിന്നെ വ്യത്യസ്തനായി നിർത്തും. സമൂഹത്തിന്റെ നടുവിൽ നിന്നെ വ്യത്യസ്തനായി നിർത്തും. ദൈവസഭയ്ക്കകത്ത് നിന്നെ വ്യത്യസ്തനായി നിർത്തും. ഇന്ന് പകലിൽ അങ്ങനെ ഒരു നിയോഗം ദൈവമേ എന്റെ മേൽ വീഴണമെന്ന് ഹൃദയത്തിന്റെ ആഴങ്ങളിൽ ഇവിടെ ആരെങ്കിലും ആഗ്രഹിക്കുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം നിന്റെ കുടുംബ മഹിമയല്ല, നിന്റെ കഴിവല്ല, നിന്റെ മിടുക്കല്ല, ഇന്ന് പകൽക്കാലം ദൈവം നിന്നെ തിരഞ്ഞെടുത്തു നിർത്തും. ഇന്ന് പകൽ ഈ ദൂത് കൈമാറുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, ആരെങ്കിലും ഈ ദൂതൊന്ന് പിടിക്കാനുണ്ടെങ്കിൽ സ്വർഗം പറയും, ആമേ സ്തോത്രം നിന്നെ എനിക്ക് ആവശ്യമാണ്. ആമേ സ്തോത്രം ഹല്ലേലൂയ, നിന്റെ മേൽ ഞാൻ ആ വാതിൽ തുറക്കും. ആമേ സ്തോത്രം. 9 ആമേ സ്തോത്രം അപ്പോസ്തലന്മാർക്കും ലഭിക്കാത്തത് ഇവിടെ 3 പേർക്ക് ലഭിച്ചെങ്കിൽ ഇന്ന് പകൽക്കാലം അപൂർവമായി ലഭിക്കുന്നത് ഇന്ന് പകൽക്കാലം ദൈവകുഞ്ഞ നിനക്ക് വേണ്ടി ദൈവം വഴികളെ തുറക്കും. ഹല്ലേലൂയ. ഈ 3 പേരെ കൂട്ടി ആമേൻ യേശു കർത്താവ് ഉയർന്നൊരു മലയിൽ പോയി. അവിടെ ചെന്നിട്ട് അവരുടെ മുൻപാകെ അവൻ രൂപാന്തരപ്പെട്ടു. അവന്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു. അവന്റെ വസ്ത്രം ആമേൻ വെളിച്ചം പോലെ. ഇന്ന് വരെ കണ്ടിട്ടില്ലാത്തൊരു കാഴ്ച. സ്തോത്ര ഹല്ലേലൂയ. യേശുവിൻ്റെ ആമേൻ അങ്കിയിൽ തൊട്ട് വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ട് സൗഖ്യമായത് ശിഷ്യന്മാർ കണ്ടിട്ടുണ്ട്. ആമേൻ സ്തോത്ര ഹല്ലേലൂയ. യേശുവിൻ്റെ വസ്ത്രം കണ്ടിട്ടുണ്ട്, യേശുവിനെ കണ്ടിട്ടുണ്ട്. പക്ഷേ ആമേൻ ഇന്നു വരെ കാണാത്തൊരു കാഴ്ച. സ്തോത്രം. ഇന്ന് പകൽ ആർക്കൊക്കെയോ ദൈവം സ്വർഗം തുറക്കാൻ പോവാം. ഇന്ന് വരെ തുറക്കാത്ത ചില വാതിലുകളെ ഇന്ന് പകൽക്കാലം ആമേൻ എൻ്റെ ദൈവം തുറക്കാൻ പോകുക. എനിക്കറിയാം, ഈ വചനം പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവൻ്റെ സാന്നിധ്യം ഈ ഹോളിൽ ഇറങ്ങി നിൽക്കുന്നത് എനിക്കറിയാം. ആമേ സ്തോത്രം. ഞാൻ ഇത് പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ചിലർക്ക് ആമേ ചില വാതിലുകളെ ദൈവം തുറക്കാൻ പോകുക, ചില വെളിപ്പാടിൻ്റെ വാതിലുകളെ ദൈവം തുറക്കാൻ പോകുക, ചില ദർശനങ്ങൾ ചിലരുടെ മേൽ ദൈവം കൈമാറാൻ പോവുകയാണ്. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇന്നു വരെ ശിഷ്യന്മാർ കണ്ടിട്ടില്ലാത്ത ഒരു കാഴ്ച കാണുകയാണ്. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. അവർ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ അവൻ്റെ ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. യേശു കർത്താവിൻ്റെ മുഖം ഒരു സൂര്യനെ പോലെ പ്രകാശിച്ചു. അവൻ്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി. അടുത്ത് കാണുന്ന ഒരു കാഴ്ച ഇങ്ങനെയാണ്. ആമേൻ. മോശയും ഏലിയാവും അവനോട് സംഭാഷിക്കുന്നതായിട്ട് അവർ കണ്ടു. എന്തിനാ ഇവരെ 3 പേരെ തനിയെ കൊണ്ടുപോയി ഈ വെളിപ്പാട് കാണിക്കാനുള്ള കാരണം എന്താ? ഹല്ലേലൂയ. ന്യായപ്രമാണം നിലനിൽക്കുന്ന ഒരു കാലഘട്ടം. ഹല്ലേലൂയ. യേശു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതിൻ്റെ ഉദ്ദേശം മനസ്സിലാക്കാൻ കഴിയാത്ത ന്യായപ്രമാണത്തിനകത്ത് ഒരു കൂട്ടം ജനം. ഹല്ലേലൂയ. ഈ അപ്പോസ്തലന്മാരും എവിടെ നിന്നാ വന്നത്? ഇവരും ന്യായപ്രമാണത്തിന്റെ കീഴിൽ നിന്നാ ഇവർ വന്നത്. സ്തോത്രം. ഇവരുടെ ഉള്ളിലും എന്താ കിടക്കുന്നത്? ഇവരുടെ ഉള്ളിൽ കിടക്കുന്നത് എന്താ? ന്യായപ്രമാണം. അതുകൊണ്ടാണ് ശിഷ്യന്മാർ യേശുവിനോട് പറഞ്ഞു, ആമേൻ, യേശു ശമരിയ സ്ത്രീയോട് സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ ആമേൻ ശിഷ്യന്മാർ വന്നിട്ട് അത് കണ്ടിട്ട് പറയുക, ആമേൻ സ്തോത്രം, യേശുവിന് അവളെ മനസ്സിലായില്ലെന്ന് തോന്നുന്നു. അവള് ശമരിയക്കാരാ. ആമേൻ സ്തോത്രം.
ഹല്ലേലൂയ. ഇത് പറയാനുള്ള കാരണം ഇവന്റെ അകത്ത് എന്ത് കിടപ്പുണ്ട്? ഇവന്റെ അകത്ത് ന്യായപ്രമാണം കിടപ്പുണ്ട്. ആമേൻ സ്തോത്രം. ഈ ന്യായപ്രമാണം ഇവരുടെ അകത്ത് കിടക്കുന്നത് കൊണ്ട് യേശു ക്രിസ്തുവിന്റെ തേജസ് അവരുടെ മേൽ പ്രകാശിക്കുന്നില്ല. ന്യായപ്രമാണത്തിന്റെ മൂടുപടം ആരുടെ ഹൃദയങ്ങളിൽ കിടക്കുന്നോ യേശുവിന്റെ തേജസ് എന്ത് ചെയ്യത്തില്ല? യേശുവിന്റെ തേജസ് ആമേൻ പ്രകാശിക്കത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ഇവരുടെ ഉള്ളിൽ കിടക്കുന്ന ന്യായപ്രമാണത്തെ എടുത്തു മാറ്റണം. സ്തോത്രം. ഇവരുടെ ഉള്ളിൽ ന്യായപ്രമാണം കിടന്നതുകൊണ്ട് ശമരിയക്കാർ ദൈവവചനം കൈക്കൊള്ളാതെ വന്നപ്പോൾ ആമേൻ യേശുവിനോട് അവർ പറഞ്ഞു, ഏലിയാവ് തീ ഇറക്കിയതുപോലെ ഇവരെന്ത് ചെയ്യാം? ഏലിയാവ് തീ ഇറക്കിയതുപോലെ ആമേൻ സ്തോത്രം ഇവരെന്ത് ചെയ്യാം? ഈ ശമര്യക്കാരെ തീയിറക്കി കൊന്നുകളയാമെന്ന് ഇവർ പറയാനുള്ള കാരണം ഇവരുടെ ഉള്ളിൽ ന്യായപ്രമാണം കിടക്കുകയാണ്. ആമേൻ സ്തോത്രം. കർത്താവ് വന്നത് ആമേൻ സ്തോത്രം ന്യായപ്രമാണത്തെ നീക്കാനല്ല, ന്യായപ്രമാണത്തെ നിവർത്തിക്കാൻ അത്ര ദൈവം വന്നത്. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ സ്തോത്രം ഇവരുടെ ഉള്ളിൽ ഈ ന്യായപ്രമാണം കിടക്കുന്നത് കൊണ്ട് ആമേൻ കർത്താവ് ആമേൻ അവരോട് പറയുക, ആമേൻ ഈ ന്യായപ്രമാണത്തിനൊരു മാറ്റം വരാൻ പോവുകയാണ്. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന്റെ സ്തോത്രം. അപ്പോൾ ഈ ശിഷ്യന്മാരെ വിളിച്ച് ഹല്ലേലൂയ സ്തോത്രം ആമേൻ ഈ ഉയർന്ന മലകൾ ചെന്നിട്ട് അവൻ തേജസ്കരിക്കപ്പെട്ട് കാണിക്കുകയാ എന്ന് പറഞ്ഞാൽ ആമേൻ ചരിത്രം മാറാൻ പോവുകയാണ്. ഹല്ലേലൂയ. ചരിത്രത്തെ AD എന്നും BC എന്നും രണ്ടായി തിരിക്കുവാൻ ഒരു ചരിത്ര പുരുഷൻ 3 പേരുമായി ഒരു മലമുകളിൽ കയറുകയാ. ഇന്ന് പകൽക്കാലം ഞാൻ പ്രസംഗിക്കുന്ന നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. ഇന്ന് പകൽ ഹല്ലേലൂയ ഇത് മനസ്സിലാകണമെങ്കിൽ ഹല്ലേലൂയ നമ്മുടെ അകത്തു കിടക്കുന്ന ന്യായപ്രമാണത്തിന്റെ മൂടുപടം ഇന്ന് പകൽക്കാലം അത് മാറിപ്പോകണം. ഹല്ലേലൂയ. ഈ ന്യായപ്രമാണത്തിന്റെ മൂടുപടം മാറിയാൽ ക്രിസ്തു അവരുടെ മേൽ കണ്ണാടി പോലെ പ്രതിബിംബിക്കും. ഇന്ന് പകൽക്കാലം ദൈവം അവൻ യേശു കർത്താവ് ഇവരെ തനിയെ കൊണ്ടുപോകാനുള്ള കാരണം ഇവരുടെ അകത്തു കിടക്കുന്ന ന്യായപ്രമാണത്തിന്റെ മൂടുപടത്തെ എന്ത് ചെയ്യണം? എടുത്തു മാറ്റണം. എന്നിട്ട് ക്രിസ്തുവിനെ പ്രകാശിപ്പിക്കണം. ഹല്ലേലൂയ. കാരണം യേശു ക്രിസ്തുവിലാണ് രക്ഷ, യേശു ക്രിസ്തുവിലാണ് നിത്യത, യേശു ക്രിസ്തുവിലാണ് നിത്യജീവൻ ഇരിക്കുന്നത്. ഹല്ലേലൂയ. ഒരു ഭയങ്കര ശ്രമം നടക്കുകയാ ഒരു മലമുകളിൽ. ഇന്ന് പകൽക്കാലം ഈ ഹോളിനകത്തും ഞാനൊരു വലിയ ശ്രമം നടത്തുകയാണ്. എന്തെന്നറിയാമോ? ഈ കർത്താവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഒന്ന് പ്രകാശിപ്പിക്കാൻ. ഇന്ന് പകൽ ഈ യേശു ക്രിസ്തു ആരുടെ ഹൃദയങ്ങളിൽ പ്രകാശിക്കുന്നോ അവരുടെ ജീവിതം മാറും. ഹല്ലേലൂയ. അവരുടെ ചരിത്രം മാറും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ സ്തോത്രം എല്ലാവരും വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കണം. ഹല്ലേലൂയ. ഇവിടെ തേജസ്കരിക്കപ്പെട്ട ക്രിസ്തു ആമേൻ സ്തോത്രം അവിടെ തേജസ്കരിക്കപ്പെടുമ്പോൾ യേശുവിന്റെ ഇടത്തും വലത്തും ആമേൻ കാലഘട്ടത്തിന്റെ ശുശ്രൂഷകന്മാരായ ന്യായപ്രമാണത്തിന്റെ വക്താവായിരിക്കുന്ന മോശ ഏലിയാവും പ്രത്യക്ഷപ്പെട്ടു. ഇവർ പ്രത്യക്ഷപ്പെടുമ്പോൾ ഹല്ലേലൂയ പത്രോസ് ഇത് കാണുകയാണ്. പത്രോസ് കണ്ടിട്ട് പെട്ടെന്ന് ആമേൻ സ്തോത്രം പറഞ്ഞു. അപ്പോൾ പത്രോസ് യേശുവിനോട്, കർത്താവേ, നാം ഇവിടെ ഇരിക്കുന്നത് ഹല്ലേലൂയ ഇവിടെ ഇരിക്കുന്നത് നന്ന്. ആമേൻ, നിനക്ക് സമ്മതമെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം? ഇവിടെ 3 കുടിലുണ്ടാക്കാം. ആമേൻ. നിനക്ക് സമ്മതമെങ്കിൽ ആമേൻ ഞാൻ ഇവിടെ 3 കുടിലുണ്ടാക്കാം. കർത്താവ് വന്നത് ചിലത് പൊളിക്കാനാണ്. ഹല്ലേലൂയ. കുടിലുണ്ടാക്കാനല്ല, ചിലതിനെ പൊളിക്കാനാ വന്നത്. ഹല്ലേലൂയ. ആമേൻ. 3 കുടിലുണ്ടാക്കാം. ഒന്ന് നിനക്കും, ഒന്ന് നിനക്ക്, ഒന്ന് മോശയ്ക്കും, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയാവിനും എന്ന് പറഞ്ഞു. ആ അവൻ പറയുമ്പോൾ തന്നെ പ്രകാശമുള്ള ഒരു മേഘം. ഈ പത്രോസ് പറയുന്നത് എന്താണെന്ന് അവന് പോലും പിടുത്തില്ല. ഇത് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ എന്ത് ചെയ്തു? പ്രകാശമുള്ള ഒരു മേഘം അവരുടെ മേൽ നിഴലിട്ടു. സ്തോത്രം. ഒരു പ്രകാശമുള്ള മേഘം അവരുടെ മേൽ നിഴലിട്ടു. അടുത്തെന്ത് സംഭവിച്ചേ? മേഘത്തിൽ നിന്ന് ഇവൻ എന്റെ പ്രിയപുത്രൻ. ആ മേഘത്തിൽ നിന്നൊരു ശബ്ദം കേട്ടു, ഇവൻ എൻ്റെ
പ്രിയപുത്രൻ, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവങ്കിൽ ഞാൻ പ്രസാദിക്കുന്നു, ഇവങ്കൽ ഞാൻ പ്രസാദിക്കുന്നു, ഇവന് ചെവി കൊടുപ്പീൻ എന്ന ഒരു ശബ്ദവും ഉണ്ടായി. ഇവന് ചെവി കൊടുപ്പീൻ എന്നൊരു ശബ്ദം ഉണ്ടായി. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം. ഈ ഒരു കാഴ്ചയും ഈ ഒരു ശബ്ദവും കേൾപ്പിക്കാൻ ഈ 3 പേരെയും ദൈവം മലമുകളിൽ കൊണ്ടുപോയി. അവിടെ ചെന്നിട്ട് പറയാ, ആമേൻ, ഇനി നിങ്ങൾ ആർക്ക് ചെവി കൊടുക്കണ്ട. ഇനി മോശയ്ക്കും ഏലിയാവിനും അല്ല നിങ്ങൾ ചെവി കൊടുക്കേണ്ടത്. ഇനി ചെവി കൊടുക്കേണ്ട ആർക്കാ? ഓ, ഈ വെളിപ്പാട് കിട്ടുന്നവർ ഭാഗ്യമുള്ളവരാ. ആമേൻ. അവരോട് പറഞ്ഞു, ഇനി നിങ്ങൾ, സ്തോത്രം, യേശു മോശയോടും ഏലിയാവോടും സംഭാഷിക്കുകയാണ്. എന്താ അവർ സംഭാഷിക്കുന്നത്? ചരിത്രത്തെ മാറ്റാൻ പോവുകയാണ്. ആമേൻ. കാലഘട്ടത്തെ AD എന്നും BC എന്നും 2ആയി തിരിക്കുവാൻ മലമുകളിൽ ഒരു സംഭാഷണം നടക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഇങ്ങനെ ഒരു ചരിത്ര പുരുഷൻ ഈ ഭൂമിയിലില്ല. ഇന്ന് പകൽക്കാലം ഈ യേശുവിനെ കുറിച്ച് പ്രസംഗിക്കുവാൻ, ആമേൻ, എന്താ എനിക്കൊരാവേശമെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ഇന്ന് വരെ ജനിച്ചിട്ടുമില്ല, ഇനി ജനിക്കത്തുമില്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് അത്ര ശ്രേഷ്ഠനായ ദൈവമാണ്. ഇന്ന് പകൽ, ഹല്ലേലൂയ, ദൈവത്തിന്റെ സ്തോത്രം, ചരിത്രത്തെ മാറ്റിമറിക്കുന്ന ഒരു ചരിത്ര പുരുഷൻ, ആമേൻ, വെളിപ്പെട്ട് നിൽക്കുമ്പോൾ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേൾക്കുകയാ, ഇനി ആർക്കും നിങ്ങൾ ചെവി കൊടുക്കണ്ട, ഇനി ആർക്കും നിങ്ങൾ ചെവി കൊടുക്കണ്ട. ഇനി ചെവി കൊടുക്കുന്നെങ്കിൽ, ആമേൻ, ഇവന് ചെവി കൊടുപ്പീൻ. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഇന്നുവരെ, ആമേൻ, ആരിലും വെളിപ്പെടാത്ത ഒരു ദൈവപ്രസാദം ദൈവപുത്രനിൽ വെളിപ്പെട്ടെങ്കിൽ ഇന്ന് പകൽക്കാലം സ്വർഗം വിളിച്ചു പറയുന്നു, ആമേൻ, കർത്താവിന് ചെവി കൊടുപ്പീൻ. ഇന്ന് പകൽ പരാജയപ്പെടുത്തുന്ന, ആമേൻ, വാക്കുകൾക്കല്ല, നിരാശപ്പെടുത്തുന്ന വാക്കുകൾക്കല്ല, ഇന്ന് പകൽക്കാലം, ആമേൻ, നിന്റെ കാതുകളിൽ ദൈവകുഞ്ഞെ മുഴങ്ങുന്ന നിരാശയുടെയും പരാജയത്തിന്റെ ശബ്ദത്തിനല്ല, ഇന്ന് പകൽക്കാലം യേശുവിന്റെ ശബ്ദത്തിന് ചെവി കൊടുക്കും. എന്താ ഈ യേശുവിന്റെ ശബ്ദത്തിന് പ്രത്യേകത? ഓ, ഈ ശബ്ദം കേട്ടാൽ, ഹല്ലേലൂയ, അവിടെ ദൈവമഹത്വം ചലിക്കും. ഈ ശബ്ദം എവിടെ കേൾക്കുന്നുവോ അവിടെ ദൈവത്തിൻ്റെ മഹത്വം ചലിക്കും, ദൈവത്തിൻ്റെ കൃപ അവിടെ ചലിക്കും. ഹല്ലേലൂയ. ആമേൻ. ഈ ശിഷ്യന്മാർക്ക് കർത്താവ് ഈ വെളിപ്പാട് കാണിച്ചു കൊടുക്കുക, ആർക്കും ഇല്ലാത്തൊരു വെളിപ്പാട്. ഇന്ന് പകൽക്കാലം, ആമേൻ, ഈ വെളിപ്പാട് കാണിച്ചു കൊടുക്കാൻ ഒരു കാരണമുണ്ട്. കാരണം എന്തെന്നാൽ, ന്യായപ്രമാണം വളരെ ശക്തിയോടെ ബലപ്പെട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടം. ഹല്ലേലൂയ. എന്താ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത? യേശു കർത്താവ് ഒരു ദിവസം തൻ്റെ ശിഷ്യന്മാരുമായി ഇങ്ങനെ യാത്ര ചെയ്തു പോവുകയാണ്. ഈ യാത്ര ചെയ്തു പോകുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യനെ, ആമേൻ, കണ്ടു. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. പിറവിയിലെ കുരുടനായ മനുഷ്യൻ, ആമേൻ, ആ മനുഷ്യനെ കണ്ടപ്പോൾ, ഹല്ലേലൂയ, ശിഷ്യന്മാർ ചോദിച്ചു, യേശുവേ, ഈ മനുഷ്യൻ കുരുടനാകുവാൻ, ആമേൻ, എന്താ കാരണം? ഇവൻ പാപം ചെയ്തിട്ടാണോ? ഇവൻ്റെ അമ്മയപ്പന്മാർ ചെയ്ത പാപമാണോ? ആരുടെ നിമിത്തമാണ് ഇവൻ കുരുടനായി മാറിയത്? ആമേൻ. യേശു പറഞ്ഞു, ഹല്ലേലൂയ, സ്തോത്രം, ഇവൻ ആരുടെയും പാപം നിമിത്തമല്ല കുരുടനായി മാറിയത്, ആമേൻ, ദൈവത്തിൻ്റെ പുത്രൻ ഇവനിൽ മഹത്വപ്പെടേണ്ടതിന്. ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയും, ആമേൻ, സ്തോത്രം, ആമേൻ, എല്ലാ കഷ്ടങ്ങളും, ആമേൻ, സ്തോത്രം, നീ പാപം ചെയ്തിട്ടൊന്നുമല്ല. ആമേൻ, ചില ഞെരുക്കങ്ങൾ വരുന്നത്, ചില കഷ്ടതകൾ വരുന്നത്, ചില രോഗങ്ങൾ വരുന്നത്, ഇന്ന് പകൽക്കാലം രക്ഷിക്കപ്പെട്ട ദൈവ പൈതല്, ആമേൻ, ഇന്ന് പകൽക്കാലം ദൈവത്തിന് പറയാനുള്ളത്, അത് നിന്നെ തകർക്കാനല്ല, അത് നിന്നെ ഉടച്ചു കളയാനല്ല, അത് നിന്നെ നിന്ദിക്കാനല്ല. ആമേൻ, നിന്റെ, ആമേൻ, സ്തോത്രം, നിന്നിലൂടെ ദൈവത്തിന്റെ പുത്രൻ മഹത്വപ്പെടേണ്ടതിന്. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. വീഞ്ഞ്
തീർന്നു പോയത്, ഹല്ലേലൂയ, വീഞ്ഞ് തീർന്ന് നിന്റെ കുടുംബത്തിന് അപമാനം വരാൻ പോകുന്നത്, ആമേൻ സ്തോത്രം, എന്നേക്കുമായി നിന്റെ കുടുംബം നിന്നക്കകത്ത് പെട്ടുപോകാനല്ല. ആമേൻ, നിന്റെ കുടുംബത്തിനകത്ത് ഒരു കുറവ് വന്നെങ്കിൽ ഓർത്തോണം. ആമേൻ, ഹല്ലേലൂയ, ആമേൻ, നിന്റെ ചാർച്ചക്കാർ കാണത്തക്ക നിലകളിൽ, ആമേൻ, നിന്നെ അറിയുന്ന നിന്റെ പട്ടണം അറിയത്തക്ക നിലകളിൽ ഒരു മാന്യത നിന്റെ വീട്ടിനകത്ത് വെളിപ്പെടുവാൻ വേണ്ടി അത്രേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ, തകർന്നു പോകാനല്ല, തകർച്ചക്കായിട്ടല്ല. ആമേൻ, അത് നിന്റെ ഉയർച്ചക്കായിട്ടാ. ആമേൻ, ശത്രു പറയൂ, നീ തീർന്നു പോയി. ആമേൻ, നീ ഇനി ഉയരത്തില്ല, നീ ഇനി നന്മ പ്രാപിക്കത്തില്ല. ആമേൻ, നിനക്ക് സൗഖ്യം വരത്തില്ല. നിന്റെ മുമ്പിൽ വെല്ലുവിളിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം, ഹല്ലേലൂയ, തേജസ്കരിക്കപ്പെട്ട ക്രിസ്തുവിന്, ആമേൻ, ദൈവകുഞ്ഞെ, നിന്നെ നോക്കി, നിന്റെ കുടുംബത്തെ നോക്കി, നിന്റെ തലമുറയെ നോക്കി ഇന്ന് പകൽക്കാലം പറയുവാനുള്ള ഈ കഷ്ടം, ആമേൻ, നിന്റെ തകർച്ചയ്ക്കല്ല. ദൈവത്തിന്റെ പുത്രൻ നിന്റെ കുടുംബത്തിൽ, നിന്റെ തലമുറമേൽ, നിന്റെ മേൽ മഹത്വപ്പെടേണ്ടതിനത്രേ. ഇന്ന് പകൽ പുത്രൻ നിങ്ങളിൽ മഹത്വപ്പെടും. അങ്ങനെയെങ്കിൽ അല്പകാലത്തേക്കുള്ള കഷ്ടങ്ങൾ, അല്പകാലത്തേക്കുള്ള, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, ഞെരുക്കങ്ങൾ, അല്പകാലത്തേക്കുള്ള, ആമേൻ, ഹൃദയവേദന, ഇന്ന് പകൽക്കാലം ദൈവകുഞ്ഞേ അത് നിന്നെ തകർത്ത് കളയത്തില്ല. ഇന്ന് പകൽക്കാലം ഞാൻ പറയും, ഹല്ലേലൂയ, നിന്റെ കുടുംബത്തിനകത്ത് നിന്റെ മേലൊരു മഹത്വം വെളിപ്പെട്ടു വരും. ദൈവം ഉടയ്ക്കുന്നത് തകർക്കാനല്ല, ദൈവം ഉടയ്ക്കുന്ന പണിയാനാ. ആമേൻ, ഇന്ന് പകൽക്കാലം ഞാൻ, ആമേൻ, വിളിച്ചു പറയും, എവിടെയെങ്കിലും ദൈവകുഞ്ഞെ നീ ഉടയ്ക്കപ്പെട്ടിട്ടുണ്ടോ, എവിടെയെല്ലാം നീ തകർക്കപ്പെട്ടിട്ടുണ്ടോ, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, നിന്നെ തകർത്ത് കളയാനല്ല നിന്നെ ഉടച്ചത്. ആമേൻ, നിന്നെ ഉടച്ചത്, ആമേൻ, നിന്നെ ഒരു മാനപാത്രമാക്കി മാറ്റാ. ആമേൻ സ്തോത്രം, കുടുംബത്തിന്റെ പാരമ്പര്യങ്ങളൊന്നും, ആമേൻ, നിന്നെ പിന്തുടരാതെ വണ്ണം, ആമേൻ സ്തോത്രം, നിന്നെ ഒരു പുതിയ പാത്രമാക്കി, ആമേൻ, പുതിയൊരു മാനപാത്രമാക്കി, ആമേൻ, നിന്നെ പണിയുവാൻ അത്രേ, ആമേൻ, നിന്നെ ഉടച്ചത്. ആമേൻ, ദൈവം പറഞ്ഞു, ആമേൻ, ഇവൻ കുരുടനായി മാറിയത്, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, ഇവ ആരും പാപം ചെയ്തിട്ടല്ല, പക്ഷേ ദൈവത്തിൻ്റെ പുത്രൻ ഇവനിൽ മഹത്വപ്പെടാൻ. ആമേൻ സ്തോത്രം. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, അവൻ്റെ ജീവിതത്തിൽ എത്രയോ കഷ്ടങ്ങൾ വന്നു, എത്രയോ പ്രയാസങ്ങൾ വന്നു. ആരും സഹായമില്ലാതെ, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, പലവട്ടം അവൻ വീണ് കാണും. ആരും സഹായമില്ലാതിരുന്ന സമയങ്ങളുണ്ട്. ഇന്ന് പകൽക്കാലം, ഹല്ലേലൂയ സ്തോത്രം, ആരും സഹായമില്ലാതെ ഒറ്റപ്പെട്ട് നിൽക്കുമ്പോൾ അവന്, ഹല്ലേലൂയ, അവനോട് ദൈവം പറഞ്ഞത്, ഹല്ലേലൂയ, എൻ്റെ മഹത്വത്തിന് വേണ്ടി നീ സഹിക്കുന്ന കഷ്ടമുണ്ടല്ലോ, നിന്റെ വീഴ്ചയുണ്ടല്ലോ, ആമേൻ, നിന്റെ, ആമേൻ, നീ വീണപ്പോൾ, ആമേൻ, നിന്റെ കൈകാലുകൾ മുറിയപ്പെട്ടില്ലേ, ആമേൻ സ്തോത്രം, ഇതെന്തിനു വേണ്ടി എന്നറിയാമോ? എൻ്റെ മഹത്വം നിന്നിൽ വെളിപ്പെടാൻ. ഇന്ന് പകൽക്കാലം എത്ര പേർ തിരിച്ചറിയും ചില മുറിവുകൾ നിന്റെ ജീവിതത്തിൽ നീ സഹിച്ചത്, ആമേൻ, പുത്രൻ നിന്നിൽ മഹത്വപ്പെടാൻ. ആമേൻ, വേദനകൾ വരുമ്പോൾ പിറുപിറുത്തു പോകരുത്. ആമേൻ, പറയണം, കർത്താവേ, ഈ സഹിക്കുന്ന വേദനയ്ക്കകത്തും, ഈ തകരുന്ന വേദനയ്ക്കകത്തും, ആമേൻ, ഞാൻ ഏൽക്കുന്ന മുറിവിനകത്തും, ദൈവമേ, നിന്റെ മഹത്വം എൻ്റെ മേൽ വെളിപ്പെടണം, എൻ്റെ കുടുംബത്തിന്റെ മേൽ വെളിപ്പെടണം. ആർക്കുമില്ലാത്ത വേദനകൾ, ആർക്കുമില്ലാത്ത മുറിവുകൾ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ, ആമേൻ, ഹല്ലേലൂയ, പ്രാർത്ഥിക്കുന്ന ദൈവവേദലേ, നീ വിളിച്ചു പറയണം, ആമേൻ, അപ്പാ, ഞാനിത് സഹിക്കുന്നത് നിന്റെ മഹത്വം എൻ്റെ വീട്ടിനകത്ത്, എൻ്റെ തലമുറയ്ക്കകത്ത്, എൻ്റെ കുടുംബത്തിനകത്ത് ഇത് വെളിപ്പെടണം, വെളിപ്പെടണം, വെളിപ്പെടണം. നമ്മുടെ പ്രാർത്ഥന അതായിരിക്കണം. ഹല്ലേലൂയ. കർത്താവ് എന്താ ചെയ്തെന്നറിയോ? അവൻ്റെ അടുക്കൽ ചെന്ന്, ആമേൻ, അവൻ നിലത്ത് തുപ്പി, ആമേൻ, ചേറുണ്ടാക്കി. സ്തോത്രം. എല്ലാവരും വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കണം. ഇന്ന് പകൽ, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, ഞാനൊരു വെളിപ്പാട് നിങ്ങളുടെ മേൽ കൈമാറി ഇന്ന് പകൽ പ്രാർത്ഥിക്കുക. എനിക്കറിയില്ല, അസാധാരണമായൊരു ദൈവ സാന്നിധ്യം ഈ ഹോളിൽ, ആമേൻ, ചലിക്കുന്നത് എനിക്കറിയാം. ആമേൻ, ഇന്ന് പകൽ ചിലരുടെ കണ്ണുകളെ ദൈവം തുറക്കും. ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, ചിലരുടെ കണ്ണുകളെ ദൈവം തുറക്കും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ചിലരുടെ കണ്ണുകളെ പരിശുദ്ധാത്മാവ് തുറക്കും.
ആമേൻ. ദൈവത്തിൻ്റെ സ്തോത്രം. ഹല്ലേലൂയ. അവൻ്റെ കണ്ണിൽ ചേറുണ്ടാക്കി തേച്ചിട്ട് അവനോട് പറഞ്ഞു, നീ ശീലോഹാം കുളത്തിൽ പോയി നീ കഴുകണം. ഹല്ലേലൂയ. അവൻ ചെന്നു ശീലോഹാം കുളത്തിൽ പോയി അവൻ കണ്ണു കഴുകി. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. അവൻ കാഴ്ചയുള്ളവനായി മാറി. അവൻ്റെ കണ്ണു തുറന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അവൻ്റെ കണ്ണു തുറന്നപ്പോൾ ആമേൻ. സ്തോത്രം. എന്താ സംഭവിച്ചത്? ഹല്ലേലൂയ. ഈ കണ്ണ് തുറന്ന ദിവസം അത് ശബത്തായിരുന്നു. ശബത്തിൽ ഒന്നും ചെയ്യാൻ പാടില്ല. ന്യായപ്രമാണത്തിൻ്റെ നിയമം അതാ. പക്ഷെ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്തതെല്ലാം ശബത്തിലാണ്. കാരണം ശബത്തിൽ ചെയ്യാൻ കാരണം നമ്മുടെ കർത്താവ് ശബത്തിൻ്റെയും കർത്താവാകുന്നു. ഹല്ലേലൂയ. ആമേൻ. ശബത്തിൽ ചെയ്തതുകൊണ്ട് ആമേൻ ശാസ്ത്രിമാരും ആമേൻ സ്തോത്ര പുരോഹിതന്മാരെല്ലാം ഇളകി. അവനോട് ചോദിച്ചു, നിന്റെ കണ്ണ് തുറന്നതാരാ? സ്തോത്രം. നിന്റെ കണ്ണെങ്ങനെയാ തുറന്നത്? അവൻ പറഞ്ഞു, എൻ്റെ കണ്ണിൽ ചേറുണ്ടാക്കി ആമേൻ തേച്ചു, ശീലോഹാം കുളത്തിൽ പോയി കഴുകാൻ പറഞ്ഞു. അത് കഴുകിയപ്പോൾ എൻ്റെ കണ്ണ് തുറന്നു. ആമേൻ. സ്തോത്രം. പുരോഹിതന്മാർക്ക് നിലനിൽപ്പില്ലാതെ വരാൻ തുടങ്ങി. ആമേൻ. ഇവർ പറഞ്ഞു, ശാബത്തിൽ എന്തിനാ ആമേൻ സ്തോത്രം ഇത് ചെയ്തത്? വേറെ 6 ദിവസമുണ്ടല്ലോ. ആമേൻ. ശബത്തിൽ എന്താ ചെയ്തത്? ആമേൻ സ്തോത്രം. യോഹന്നാൻ സുവിശേഷം 9-ാം അധ്യായം ആമേൻ സ്തോത്ര ഹല്ലേലൂയ അതിൻ്റെ 13-ാം വാക്യം ആമേൻ സ്തോത്ര ഹല്ലേലൂയ ആമേൻ വായിക്കാം. കുരുടനായവനെ അവർ പരീശന്മാരുടെ അടുക്കൽ കൊണ്ടുപോയി. യേശു ചേറുണ്ടാക്കി അവന്റെ കണ്ണു തുറന്നത് ശബത്ത് നാളിലായിരുന്നു. ഹല്ലേലൂയ. ഒരു കാരണവുമില്ലാത്തത് കൊണ്ട് അവർ ശബത്തിൽ സ്തോത്രം. ഇന്ന് പകൽക്കാലം ഞാൻ പറയും ആമേൻ നമ്മുടെ വിടുതൽ ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. യേശു എവിടെ വെളിപ്പെടുന്നു അവിടെ നമ്മുടെ വിടുതൽ വെളിപ്പെടും. ആമേൻ. ദൈവത്തിൻ്റെ സ്തോത്ര. ഹല്ലേലൂയ. എന്നാൽ അവനെ കൂട്ടിക്കൊണ്ട് ആമേൻ സ്തോത്രം അവരെവിടെ പോയി? പരീശന്മാരുടെ അടുക്കൽ ആമേൻ സ്തോത്രം കൊണ്ടുപോയിട്ട് പറഞ്ഞു, ആമേൻ ഇവനെ സൗഖ്യമാക്കിയത് ഹല്ലേലൂയ ശബത്തിലായി ഇവനെ സൗഖ്യമാക്കിയത്. ഹല്ലേലൂയ. അവനോട് ചോദിച്ചു, ആമേൻ അവനോട് വീണ്ടും ചോദിച്ചു, എങ്ങനെയാണ് നിനക്ക് സൗഖ്യമാക്കിയത്? അവൻ അത് വിശദമായിട്ട് ഹല്ലേലൂയ അവർക്ക് പറഞ്ഞു കൊടുത്തു. എന്നാൽ എന്താ സംഭവിച്ചെന്നറിയാമോ? ഹല്ലേലൂയ സ്തോത്രം. ഇവർക്ക് ആമേൻ സ്തോത്രം കുറച്ച് ആൾക്കാർ പറഞ്ഞു, അവിടെ ഭിക്ഷ യാചിച്ചു കൊണ്ടിരുന്ന ആമേൻ ആ മനുഷ്യൻ ഇവനാണെന്ന് പറഞ്ഞു. എന്നാൽ കുറച്ചു പേർ പറഞ്ഞു, ഇവനല്ല, അവനെ പോലെ വേറൊരാൾ. ഇന്ന് പകൽക്കാലം ദൈവപ്രവൃത്തി വെളിപ്പെട്ടാൽ ആർക്കും അത് വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇന്ന് പകൽ ഞാൻ പറയും, നിങ്ങളുടെ മേൽ ദൈവമഹത്വം വെളിപ്പെട്ടാൽ നിങ്ങളെ സ്ഥിരമായി കാണുന്നവർക്ക് നിങ്ങളെ തിരിച്ചറിയാൻ പറ്റുകയില്ല. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. എന്നും ഇവനെ കണ്ട് ഭിക്ഷപാത്രത്തിൽ ഭിക്ഷയിട്ടവർക്ക് പോലും തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഞാനിത് പകൽ പറയും, ഒരു വിടുതൽ വെളിപ്പെട്ടാൽ ആമേൻ നമ്മുടെ കൂടെ ഉള്ളവർക്ക് പോലും ആമേൻ ഇവനാണോ അവനെന്ന് തിരിച്ചറിയാൻ പറ്റാത്തവണ്ണം ഇന്ന് പകൽ ചില ദൈവമഹത്വം ഇതിനകത്ത് ചലിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വിടുതൽ വെളിപ്പെട്ടാൽ അങ്ങനെയാ. ദൈവമഹത്വം ചലിക്കാൻ തുടങ്ങിയാൽ ആമേൻ സ്തോത്രം ചരിത്രം മാറും. ഹല്ലേലൂയ. ഇന്നലെ കണ്ടവന് മനസ്സിലാകുന്നില്ല ഇവനാണോ അവൻ. ഹല്ലേലൂയ. ആമേൻ. കാരണം ആമേൻ എന്നും ഇവൻ കൈ നീട്ടി നിൽക്കുന്നതാ കണ്ടത്. ആമേൻ സ്തോത്രം. ഇന്ന് അവൻ്റെ കയ്യിൽ ആമേൻ യാചകന്റെ പാത്രമില്ല. ഇന്ന് പകൽക്കാലം ആമേൻ നമ്മുടെ സ്ഥിതി മാറുമ്പോൾ ഹല്ലേലൂയ ആമേൻ ഇന്നലെ വരെ നീട്ടിപ്പിടിച്ച കരത്തെ ദൈവം ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ഇങ്ങനെ ഇരുന്ന കയ്യ ദൈവം ആമേൻ ഹല്ലേലൂയ ആമേൻ നേരെ ഓപ്പോസിറ്റ് ആക്കി. ആമേൻ ഇനി വാങ്ങുകയല്ല, ഇനി നീ കൊടുക്കുന്നവനായി മാറും. ഇന്ന് പകൽക്കാല ഹല്ലേലൂയ ദൈവം സ്ഥിതി മാറ്റിയാൽ ഹല്ലേലൂയ ആമേൻ അവര് പറയുകയാ, ആമേൻ ഇവനാണോ ആ ഭിക്ഷ യാചിച്ചു കൊണ്ടിരുന്നത്? ഇവന്റെ മുഖത്തിന് മാറ്റം, ഇവന്റെ സന്തോഷത്തിന് മാറ്റം. ഇന്നലകളിൽ ഒരു യാചകന്റെ ശബ്ദം, പക്ഷേ ഇന്ന് പകൽ ഇവന്റെ ശബ്ദത്തിന് മാറ്റം. ഓ ജീസസ്. ഒരുവന്റെ ജീവിതത്തെ ദൈവം മാറ്റിയാൽ അവന്റെ ശബ്ദത്തിന് മാറ്റമുണ്ടാകും.
ഇന്നലെ വരെ ആലയത്തിന് പുറത്തിരുന്നവൻ ഇന്ന് പകൽക്കാലം ആലയത്തിനകത്തു കയറി. ഹല്ലേലൂയ, ദൈവത്തിന്റെ സ്തോത്രം. ഇന്നലകളിൽ പുറത്ത്, ആലയത്തിന് പുറത്ത് ആമേൻ ഒരു യാചകന്റെ ശബ്ദമായി ഇരുന്നവനെ അവൻ ദൈവം തൊട്ടപ്പോൾ അവൻ ആലയത്തിന്റെ പുറത്ത് നിന്ന് അവൻ ആലയത്തിനകത്തു കയറി. ആമേൻ, സ്തോത്രം. ആമേൻ, യെരൂശലേം ദേവാലയത്തിന്റെ അകത്തു വെളിപ്പെട്ട തേജസ് അല്ല ഇതാ. ആമേൻ, ഹല്ലേലൂയ, സൂര്യന്റെ മുഖം പോലെ ആമേൻ പ്രകാശിക്കുന്നവന്റെ തേജസ് മഹത്വം അവന്റെ മേൽ വെളിപ്പെട്ടു വന്നു. ഇന്ന് പകൽ ഞാൻ പറയും, നമ്മുടെ മേൽ വ്യാപരിക്കുന്ന തേജസ്, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, ന്യായപ്രമാണത്തിനകത്ത് ആമേൻ യെരൂശലേം ദേവാലയത്തിനകത്ത് വന്ന തേജസ് അല്ല, അതിലും വലിയ തേജസ് ഇന്ന് പകൽക്കാലം നമ്മുടെ മേൽ ദൈവം വെളിപ്പെടുത്തി. ആമേൻ, വിശ്വാസം വരുന്നില്ല അവനെ കണ്ടിട്ട്. ഹല്ലേലൂയ, ഞാൻ ഇന്ന് പകൽക്കാലം പറയും, നിങ്ങളെ കണ്ടാൽ മറ്റുള്ളവർക്ക് വിശ്വാസം വരത്തില്ല. അതുപോലെ ദൈവമഹത്വം നമ്മുടെ മേൽ വെളിപ്പെടും. ആമേൻ, അവൻ്റെ അമ്മയപ്പന്മാരെ വിളിച്ചു. ആമേൻ, അമ്മയപ്പന്മാരെ വിളിച്ചിട്ട് ചോദിച്ചു, ആമേൻ, ഇവൻ നിന്റെ മകനാണോ? സ്തോത്രം. ആമേൻ, സാക്ഷ്യപ്പെടുത്തണം. അവർ പറഞ്ഞു, ഇതെൻ്റെ മകൻ തന്നെയാണ്. നിന്റെ മകൻ, ആമേൻ, നിന്റെ മകൻ എങ്ങനെയാ സൗഖ്യം വന്നത്? സ്തോത്രം. ആ കാലഘട്ടത്തിൽ ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. യേശു ക്രിസ്തുവിനെ ആരെങ്കിലും അംഗീകരിച്ചാൽ ആമേൻ പള്ളിയിൽ നിന്ന് അവരെ പള്ളി ഭ്രഷ്ടരാക്കും. ഇത് ഈ അപ്പനും അമ്മയ്ക്കും അറിയാം. ആമേൻ, അവരോട് ചോദിച്ചു, എങ്ങനെയാ അവൻ സൗഖ്യമായത്? അപ്പനും അമ്മയും പറഞ്ഞു, ഇതെൻ്റെ മകനാണെന്ന് ഞങ്ങൾക്കറിയാം, അവൻ സൗഖ്യമായതും ഞങ്ങൾക്കറിയാം. എങ്ങനെ സൗഖ്യമായെന്ന് അവനോട് നിങ്ങൾ എന്ത് ചെയ്യണം? അവന് പ്രായമുണ്ടെന്ന്. സ്തോത്രം. അവനോട് ചോദിക്കാൻ പറഞ്ഞു. അവനോട് ചോദിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. അവന് രണ്ടാം പ്രാവശ്യവും ഇവരെന്ത് ചെയ്തു? ഇവരെ വിളിച്ചു. അതിൻ്റെ 24-ാം വാക്യം വായിച്ചാൻറ്റി. കുരുടനായിരുന്ന മനുഷ്യനെ അവർ രണ്ടാമതും വിളിച്ചു. ദൈവത്തിന്റെ മഹത്വം കൊടുക്ക, ആ മനുഷ്യൻ പാപി എന്ന് ഞങ്ങൾ അറിയുന്നു എന്ന് പറഞ്ഞു. ആമേൻ. അവനോട് പറയുക, നിന്നെ സൗഖ്യമാക്കിയെന്ന് പറഞ്ഞില്ലേ, ആ മനുഷ്യൻ പാപി എന്ന് ഞങ്ങൾ അറിയുന്നു. അതിന് അവൻ, പാപിയോ അല്ലയോ എന്ന് ഞാൻ അറിയുന്നില്ല, ഒന്ന് അറിയുന്നു. അവന്റെ കുരുടൻ പറയുക, അവൻ പാപിയോ അല്ലയോ എന്ന് എനിക്കറിയത്തില്ല, ഒന്ന് അറിയുന്നു. എനിക്ക് ഒന്നറിയാം, ഞാൻ കുരുടനായിരുന്നു, ഇപ്പോൾ കണ്ണ് കാണുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഇപ്പോൾ എന്റെ കണ്ണ് കാണുന്നു എന്ന് ഉത്തരം. ഓ, സ്തോത്രം. അടുത്ത വാക്യം വായിച്ചാൻറ്റി. അവർ അവനോട്, അവൻ നിനക്ക് എന്തു ചെയ്തു? നിന്റെ കണ്ണ് എങ്ങനെ തുറന്നു എന്ന് ചോദിച്ചു. രണ്ടാം പ്രാവശ്യം ചോദിക്കാണ്, ആമേൻ, എങ്ങനെയാ നിന്റെ കണ്ണ് തുറന്നത്? സ്തോത്രം. ഇവർക്ക് അങ്ങോട്ട് വിശ്വസിക്കാനും പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു, ദൈവപ്രവൃത്തി വെളിപ്പെട്ടാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. ഒരു പ്രാവശ്യം ചോദിച്ചു, രണ്ടാമത്തെ പ്രാവശ്യം എടുത്തെടുത്ത് ചോദിച്ചപ്പോൾ, ആമേൻ, സ്തോത്രം, ഞാൻ പറയുന്നു, ഇന്ന് പകൽക്കാലം അവൻ്റെ പുറമേയുള്ള കണ്ണ് മാത്രമല്ല തുറന്നത്, ദൈവം തുറന്നപ്പോൾ അവൻ്റെ അകത്തെ കണ്ണുകൂടെ തുറന്നു. വായിച്ചാൻറ്റി. അവൻ എന്നെ സന്തോഷിപ്പിച്ചൊരു കാര്യം. അതിന് അവൻ, ഞാൻ നിങ്ങളോട് പറഞ്ഞുവല്ലോ, നിങ്ങൾ ശ്രദ്ധിച്ചില്ല, വീണ്ടും കേൾപ്പാൻ ഇച്ഛിക്കുന്നത് എന്ത്? അവൻ ചോദിക്കുക, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, നിങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്തില്ല, നിങ്ങൾ അത് ശ്രദ്ധിച്ചില്ല. ആമേൻ, സ്തോത്രം. വീണ്ടും ഇപ്പോൾ ഇച്ഛിക്കുന്നത് എന്ത്? നിങ്ങൾക്കും അവന്റെ ശിഷ്യന്മാരാകുവാൻ മനസ്സുണ്ടോ എന്ന ഉത്തരം പറഞ്ഞു. സ്തോത്രം. അവൻ ചോദിക്കുക, നിങ്ങൾക്കും അവന്റെ ശിഷ്യനാകാൻ? അപ്പാ, സ്തോത്രം. ഇവന്മാരെ തല്ലിക്കൊല്ലാത്തത് ഭാഗ്യം. സ്തോത്രം. ആമേൻ. അപ്പോൾ അവർ അവനെ ശകാരിച്ചു. നീ അവന്റെ ശിഷ്യൻ, ഞങ്ങൾ മോശയുടെ ശിഷ്യൻ. ഞങ്ങൾ ആരുടെ ശിഷ്യനാ? മോശയുടെ. ഇതാണ് പ്രശ്നം. ഞങ്ങൾ ആരുടെ ശിഷ്യനാ? നമ്മുടെ ആരുടെ ശിഷ്യനാ?
മോശയുടെ ശിഷ്യന്മാരാരെങ്കിലും ഉണ്ടോ ഇവിടെ? സ്തോത്രം. കർത്താവ് തേജസ്കരിക്കപ്പെടാനുള്ള കാരണം എന്താ? യേശു ക്രിസ്തുവിൻ്റെ ജീവനെ അംഗീകരിക്കാതെ, അവൻ്റെ രക്ഷയെ അംഗീകരിക്കാതെ ഒരു കൂട്ടം പേർ നിൽക്കുമ്പോൾ, ആമേൻ, ഇവർ പറയാ നീ യേശുവിൻ്റെ, അങ്ങനെ പറയുന്നത് തന്നെ ഒരു ഭാഗ്യ പദവിയാണ്. ഞാൻ യേശുവിൻ്റെ, നീ യേശുവിൻ്റെ ശിഷ്യൻ, ഞങ്ങളോ മോശയുടെ, സ്തോത്രം, ഞങ്ങൾ മോശയുടെ ശിഷ്യനാണ്. അടുത്ത വാക്യം. മോശയോട് ദൈവം സംസാരിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നു. മോശയോട് ദൈവം സംസാരിച്ചു എന്ന് ഞങ്ങൾക്കറിയാം. ഇവനോ എവിടെ നിന്നോ എന്ന് അറിയുന്നില്ല എന്ന് പറഞ്ഞു. ഈ യേശുവോ എവിടെ നിന്നെന്ന്, സ്തോത്രം, ഓ ജീസസ്. അടുത്ത വാക്യം. ആ മനുഷ്യൻ അവരോട്, ശ്രദ്ധിച്ച് കേൾക്കണേ. ആ മനുഷ്യൻ അവരോട് എന്റെ കണ്ണ് തുറന്നിട്ടും, എന്റെ കണ്ണ് തുറന്നിട്ടും അവൻ എവിടെ നിന്ന് നിങ്ങൾ അറിയാത്തത് ആശ്ചര്യം. നീ ന്യായപ്രമാണ ശാസ്ത്രിയാണ്, പരീശനാണ്, നീ ന്യായപ്രമാണം കാണാതെ പഠിച്ചിട്ടുള്ളവനാണ്, നീ അറിവുള്ളവനാണ്. ഹല്ലേലൂയ. പക്ഷേ അറിയേണ്ടതുപോലെ അറിയാതെ വണ്ണം നിന്റെ കണ്ണ് കുരുടായി പോയിരിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് പകൽ എൻ്റെ ഹൃദയത്തിനകത്തെ ആനന്ദം, സന്തോഷം എന്തെന്ന് ചോദിച്ചാൽ, ഈ മനുഷ്യൻ്റെ പുറമേ ഉള്ള കണ്ണ് മാത്രമല്ല, അവൻ്റെ അകത്തെ കണ്ണ് തുറന്നു. ഇന്ന് പകൽ ഞാൻ പറയും, പുറമേ ഉള്ള കണ്ണ് തുറക്കുന്നതല്ല അത്ഭുതം. ആമേൻ. ഇന്ന് പകൽ അത്ഭുതം നമ്മുടെ അകത്തെ കണ്ണ് തുറക്കുന്നതാണ്. അകത്തെ കണ്ണ് തുറക്കാത്തടത്തോളം കാലം നീ മോശയുടെ ശിഷ്യനാ. അകത്തെ കണ്ണ് തുറന്നാൽ നീ യേശുവിന്റെ ശിഷ്യനാ. മോശയുടെ ശിഷ്യൻ എന്താ പ്രത്യേകത? മോശയുടെ ശിഷ്യന്റെ പ്രത്യേകത, ആമേ, കണ്ണിന് പകരം കണ്ണ്, ആമേ സ്തോത്രം, കാലിന് പകരം കാല്, പ്രാണന് പകരം പ്രാണൻ, ആമേ സ്തോത്രം. പക്ഷെ യേശുവിന്റെ ശിഷ്യന്റെ പ്രത്യേകത എന്താ? അവൻ പ്രാണന് പകരം പ്രാണൻ കൊടുക്കുന്നവനാ. പ്രാണൻ എടുക്കുന്നവനല്ല, പ്രാണനെ കൊടുക്കുന്നവനാ. യേശുവിന്റെ ശിഷ്യന്മാർ എത്ര പേരുണ്ട് ഇതിനകത്ത്? ആമേൻ. യേശുവിന്റെ ശിഷ്യനാണോ? ആമേൻ. ഇന്ന് പകൽക്കാലം ആരും പ്രാണൻ എടുക്കത്തില്ല. ആമേൻ. സഹോദരന് വേണ്ടി പ്രാണനെ കൊടുക്കുന്നവനെ യേശുവിന്റെ ശിഷ്യൻ. ആമേൻ, സ്തോത്രം. മോശയുടെ ശിഷ്യൻ ആരാ? ആമേൻ, സഹോദരന് വേണ്ടി പ്രാണനെ എടുക്കുന്നവനാ. ഇന്ന് പകൽക്കാലം ദൈവകുഞ്ഞ്, നീ പ്രാണനെ എടുക്കുന്നവനാണെങ്കിൽ മോശയുടെ ശിഷ്യൻ, പ്രാണനെ കൊടുക്കുന്നവനാണെങ്കിൽ യേശുവിന്റെ ശിഷ്യൻ. അവൻ പറയാ, ആ മനുഷ്യൻ അവരോട് പറയാ, എന്റെ കണ്ണ് തുറന്നിട്ടും അവൻ എവിടെ നിന്ന് എന്ന് നിങ്ങൾ അറിയാത്തത് ആശ്ചര്യം. ഹല്ലേലൂയ. ആ കുരുടൻ, അവൻ ന്യായപ്രമാണം പഠിച്ചവനല്ല, അവൻ യേശുവിനെ കുറിച്ച് പഠിച്ചവനല്ല. അവൻ ഒന്നേ അറിയാവൂ, ആമേൻ, സ്തോത്രം, തൻ്റെ മുമ്പിൽ കൂടെ പോകുന്നത് ആരാണെന്ന് അവൻ അറിയത്തില്ല. കുരുടനായ മനുഷ്യൻ, അവൻ ഒന്നേ അറിയാവൂ, എന്നെ ആരെങ്കിലും സഹായിക്കണമേ. ഹലോ, എൻ്റെ പാത്രത്തിൽ വീഴുന്ന നാണയത്തുട്ടുകളുടെ ശബ്ദമല്ലാതെ അവന് വേറെ അറിയത്തില്ല. ഇതുവരെ ഒന്നും അറിയാതിരുന്നവൻ പറയുകയാണ്, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, എൻ്റെ കണ്ണ് തുറന്നിട്ടും ആമേൻ, അവൻ ആരാണെന്ന് നിങ്ങൾ അറിയാത്തത് ആശ്ചര്യമാണ്, അത്ഭുതമാണ്. അടുത്ത വാക്യം വായിച്ചാൻറ്റി. 31. പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്നും ദൈവഭക്തനായിരുന്ന അവന്റെ ഇഷ്ടം ചെയ്യുന്നവന്റെ പ്രാർത്ഥന കേൾക്കുന്നു എന്നും നാം അറിയുന്നു. ആമേൻ. അതുകൊണ്ട് വചനം പറഞ്ഞ ജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ദൈവം എന്ത് ചെയ്തു? ദൈവം ഭോഷത്വമായത് തിരഞ്ഞെടുത്തു. ആമേൻ. ജ്ഞാനികളെ ലജ്ജിപ്പിക്കും. ആമേൻ, സ്തോത്രം. ആമേൻ. പരീക്ഷ, നീ നല്ല ജ്ഞാനമുണ്ട്, അറിവുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷേ നിന്നെ ലജ്ജിപ്പിക്കുവാൻ ആമേൻ ദൈവം തിരഞ്ഞെടുത്തതൊരു ഭിക്ഷക്കാരനെയാ. ഹല്ലേലൂയ.
ഓ സ്തോത്രം. ഇന്ന് പകൽ ഞാൻ പറയും, ആമേൻ, ഭൂമിയിൽ ജ്ഞാനികൾ ഇല്ലാത്തത് കൊണ്ടല്ല എന്നെയും നിങ്ങളെയും ദൈവം തിരഞ്ഞെടുത്തത്. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ഈ ഭൂമിയിൽ ആമേൻ നമ്മളെക്കാൾ ജ്ഞാനമുള്ളവർ, നമ്മളെക്കാൾ അറിവുള്ളവർ, നമ്മളെക്കാൾ ആമേൻ സ്തോത്രം ഇച്ഛാശക്തിയുള്ളവർ, നമ്മളെക്കാൾ വിദ്യാഭ്യാസമുള്ളവർ, നമ്മളെക്കാൾ അറിവുള്ളവർ ഈ ഭൂമിയിൽ ഉണ്ടായിട്ട് ഇന്ന് പകൽക്കാലം എന്നെയും നിങ്ങളെയും എന്റെ തമ്പുരാൻ തിരഞ്ഞെടുത്തത്. ഇന്ന് പകൽക്കാലം ചിലതിന് ലജ്ജയാ. ഇന്ന് പകൽക്കാലം ദൈവകുഞ്ഞ നീ ചിലർക്ക് ലജ്ജയാ. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ, ദൈവത്തിന്റെ സ്തോത്രം. അവൻ പറയുക, പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്നും ദൈവഭക്തനായിരുന്നു ആമേൻ സ്തോത്രം അവന്റെ ഇഷ്ടം ചെയ്യുന്നവന്റെ പ്രാർത്ഥന ആമേൻ ദൈവം കേൾക്കുന്നു എന്നും ആമേൻ സ്തോത്രം നാം അറിയുന്നു. ഞാൻ ചോദിക്കുന്നു, കുരുടാ, നിനക്ക് ഈ വെളിപ്പാട് എവിടെ നിന്നാ കിട്ടിയതാ? ആമേൻ, നീ ആലയത്തിനകത്തുള്ള ശബ്ദം നീ കേട്ടിട്ടില്ലല്ലോ, നീ പുരോഹിതന്റെ പ്രസംഗം കേട്ടിട്ടില്ല, നീ ന്യായപ്രമാണം കണ്ടിട്ടില്ല, നീ ന്യായപ്രമാണം കേട്ടിട്ടില്ല. പക്ഷെ എവിടെ നിന്നാ നിനക്ക് വെളിപ്പാട് കിട്ടിയത്? ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം അകത്തെ കണ്ണ് തുറക്കുന്ന ദൈവമക്കൾക്ക് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. പുറമേ ഉള്ളത് കണ്ട് നീ ഭാരപ്പെട്ട്, പുറമേ ഉള്ളത് കണ്ട് നീ വേദനപ്പെട്ട്, പുറമേ ഉള്ളത് കണ്ട് ആമേൻ സ്തോത്രം നീ ആശ്ചര്യപ്പെട്ട് ഒരു യാചകനെ പോലെ ഇരിക്കാനല്ല, ഇന്ന് പകൽക്കാലം ദൈവം പറയുന്നു, നിന്റെ അകത്തെ കണ്ണ് തുറക്കട്ടെ. അകത്തെ കണ്ണ് തുറന്നാൽ യാചകന്റെ ശബ്ദം മാറും. ഓ, thank you Lord, thank you Holy Spirit. ഇന്ന് പകൽ ദൈവം നമ്മുടെ കണ്ണ് തുറന്നില്ലെങ്കിൽ, ദൈവം നമ്മുടെ കണ്ണ് തുറന്നില്ലെങ്കിൽ നമ്മൾ മോശയുടെ ശിഷ്യനായിരിക്കും. ഹല്ലേലൂയ. 32 വാക്യം. കുരുടനായി പിറന്നവന്റെ കണ്ണ് ആരെങ്കിലും തുറന്ന പ്രകാരം ലോകം ഉണ്ടായത് മുതൽ കേട്ടിട്ടില്ല. ഓ, അടുത്ത വെളിപ്പാട് എനിക്കറിയില്ല. സ്തോത്രം. എൻ്റെ ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. അപ്പാ, വെറുതെ ഒരായുസ് ഈ പുസ്തകം ചുമന്ന് വെറുതെ ഒരായുസ് കളയരുത്. ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയും, ഈ പുസ്തകം ചുമന്ന് വെറുതെ ഒരായുസ് കളയരുത്. കണ്ണു തുറക്കണം. ഇത് കൊണ്ട് നടന്നിട്ട് കാര്യമില്ല. ഇത് കൊണ്ട് നടന്ന് മോശയുടെ ശിഷ്യനായി ആമേൻ മരിച്ചു പോകുന്നതിനേക്കാൾ ഇത് കൊണ്ട് നടന്നിട്ട് കണ്ണു തുറന്ന് യേശുവിൻ്റെ ശിഷ്യനാകണം. ആമേൻ സ്തോത്രം. ഇന്ന് പകൽ ഞാൻ പറയും, സ്നാനപ്പെട്ടത് കൊണ്ട് ശിഷ്യനാകത്തില്ല. ആമേൻ, ഇന്ന് പകൽ നമ്മുടെ കണ്ണു തുറക്കണം. ഇന്ന് പകൽ നമ്മുടെ കണ്ണ് തുറക്കണം. അവൻ വിളിച്ചു പറയുക, ആമേൻ സ്തോത്രം, കുരുടനായി പിറന്നവന്റെ കണ്ണ് ആരെങ്കിലും തുറന്ന പ്രകാരം ലോകം ഉണ്ടായത് മുതൽ ആമേൻ നിങ്ങൾ ജ്ഞാനിയല്ല, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഓ, ഇതാരാ പറയുന്നേ? ഇത് ഡോക്ടർ റെവറൻഡ് അല്ല പറയുന്നേ. ഇത് PhD എടുത്തവനല്ല പറയുന്നേ. MD എടുത്തവനല്ല പറയുന്നേ. ഹല്ലേലൂയ. ഇത് പറയുന്നത് ഒരു ഭിക്ഷക്കാരൻ ഓർത്തോണം. ആമേൻ, പറയുന്നത് ആരോടാ പറയുന്നേ? ജ്ഞാനികളോടാ പറയുന്നേ. ഇന്ന് പകൽ ഞാൻ നിങ്ങളെ നോക്കി വിളിച്ചു പറയും, ആമേൻ സ്തോത്രം. ഇന്ന് പകൽക്കാലം ഓൺലൈനിലൂടെ കാണുന്ന ദൈവകുഞ്ഞെ നിന്നെ നോക്കി ഞാൻ വിളിച്ചു പറയും, ആമേൻ, നിന്റെ കണ്ണു തുറന്നാൽ നിന്റെ മുമ്പിൽ നിൽക്കുന്ന ജ്ഞാനികളെക്കാൾ ജ്ഞാനമേറിയ വാക്കുകൾ പറയുവാൻ നിന്നെ ദൈവം ബലപ്പെടുത്തും. ദൈവം നിന്നെ പ്രാപ്തനാക്കും. വചനം പറയുന്നു, ആമേൻ സ്തോത്രം, അവൻ ഞങ്ങളെ പുതു നിയമത്തിന്റെ ശുശ്രൂഷകന്മാരാകുവാൻ അവൻ ഞങ്ങളെ പ്രാപ്തനാക്കി. ഇന്ന് പകൽ നമ്മുടെ പ്രാപ്തിയൊന്നും അല്ലെന്ന്. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് പകൽ ഈ മൈക്കും പിടിച്ച് ഇവിടെ നിന്ന് പ്രസംഗിക്കുന്നത് എൻ്റെ പ്രാപ്തിയല്ലെന്ന്, എൻ്റെ കഴിവല്ലെന്ന്, എൻ്റെ മിടുക്കല്ലെന്ന്. ഇന്ന് പകൽ അവൻ എൻ്റെ കണ്ണുകളെ തുറന്നത് കൊണ്ട്
ഇന്ന് പകൽക്കാലം ഞാൻ ഇവിടെ നിൽക്കുവാൻ എന്നെ അവകാശിയാക്കി എന്നെ ദൈവം ആമേൻ ഉയർത്തി, എന്നെ ദൈവം മാനിച്ചു. ഇന്ന് പകൽക്കാലം ഞാൻ പറയും, നിങ്ങളുടെ കണ്ണു തുറന്നാൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത, നിങ്ങൾക്ക് സ്വപ്നം പോലും കാണാത്ത ഇടത്ത് ദൈവം നിങ്ങളെ നിർത്തി, നിങ്ങളെ ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ നിങ്ങളുടെ ആദരങ്ങളെ അവൻ ബലപ്പെടുത്തും. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. അവൻ്റെ വാക്കുകൾക്ക് മറുപടിയില്ല. സ്തോത്രം. അവരോട് ചോദിക്കാം, കുരുടനായി പിറന്നവൻ്റെ കണ്ണ് ആരെങ്കിലും തുറന്ന പ്രകാരം ലോകം ഇന്ന് വരെ കേട്ടിട്ടുണ്ടോ? അടുത്ത വാക്യം ആൻറ്റി. ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നവൻ അല്ലെങ്കിൽ അവന് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. ഓ, അവൻ തെളിയിച്ചു കൊടുക്ക, ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വരാത്ത ഒരുവൻ ഈ കാര്യം എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് ചെയ്യാൻ പറ്റില്ല. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. അവർ അവനോട് നീ മുഴുവനും പാപത്തിൽ പിറന്നവൻ, നീ ഞങ്ങളെ ഉപദേശിക്കുന്നുവോ എന്ന് പറഞ്ഞു. നീ മുഴുവനും പാപത്തിൽ. ഞാൻ നോക്കിയപ്പോൾ ഇവൻ ആരാ? ഇവൻ പാപിയാ. പക്ഷെ ജ്ഞാനി എന്ന് പറയുന്നവന്റെ കണ്ണിന്നും അടഞ്ഞിരിക്കാം. സ്തോത്രം, സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. അവനോട് നീ മുഴുവനും പാപത്തിൽ പിറന്നവൻ, നീ ഞങ്ങളെ ഉപദേശിക്കുന്നുവോ എന്ന് പറഞ്ഞ് അവനെ പുറത്താക്കി. അവനെ പുറത്താക്കി. സ്തോത്രം. ഇന്ന് പകൽക്കാലം കണ്ണ് തുറന്നാൽ ചിലയിടത്ത് നിന്ന് പുറത്താക്കപ്പെടും. നീ കുരുടനായിരുന്നാൽ പറയും നീ ഇവിടെ തന്നെ. സ്തോത്രം. ഏറ്റവും ഫ്രണ്ടിലെ സീറ്റ് ആർക്കുള്ളതാ? പക്ഷെ കണ്ണ് തുറന്നാലോ? കണ്ണ് തുറന്നാൽ, ദൈവമേ കണ്ണ് തുറക്കാതിരിക്കുന്ന തന്നെ. സ്തോത്രം, സ്തോത്രം. കണ്ണ് തുറക്കുന്നവനെ ദൈവം പുറത്തെടുക്കും. നീ പുറത്താക്കിയതല്ലെന്ന്. നീ പുറത്താക്കിയതല്ല, ദൈവം നിന്നെ പുറത്തിറക്കിയതാ. എന്താ അങ്ങനെ ചിന്തിക്കാത്ത? ചിലരെയൊക്കെ പുറത്താക്കുമ്പോൾ അയ്യോ അവരെന്നെ പുറത്താക്കി, അവരെന്നെ അയ്യോ. സ്തോത്രം. ദൈവം പുറത്താക്കിയതല്ല. ചിലരെയൊക്കെ ദൈവം പുറത്താക്കിയതല്ല. ചിലരെയൊക്കെ സഭയ്ക്കകത്ത് നിന്ന് പുറത്താക്കിയതല്ല. ദൈവം എന്ത് ചെയ്തതാ? നിങ്ങൾ മിണ്ടുന്നില്ല. ദൈവം ആൻറ്റി പറയാൻറ്റി, ദൈവം നമ്മൾ എന്ത് ചെയ്തതാ? ദൈവം പുറത്തിറക്കിയതാ. എന്തെന്നറിയാമോ? ആമേൻ. നിന്നെ പുറത്തെടുക്കാനുള്ള കാരണം ആമേൻ സ്വതന്ത്ര അകത്തിരിക്കുന്നവന്റെ കണ്ണടഞ്ഞിരിക്കുമ്പോൾ നീ അകത്ത് കണ്ണടഞ്ഞവരുടെ കൂടെ ആരാധിക്കാനല്ല, നീ കണ്ണടഞ്ഞവരുടെ കൂടെ, നീ കുരുടനോട് കൂടെ ഇരിക്കാനല്ല. നിന്റെ കണ്ണ് തുറന്നെങ്കിൽ ദൈവം നിന്നെ പുറത്തെടുക്കും. ഇന്ന് പകൽക്കാലം കണ്ണു തുറന്നവരെ ദൈവം പുറത്തെടുക്കും. കണ്ണു തുറന്നവരെ ദൈവം പുറത്തെടുക്കും. എന്തിനാ നിന്നെ പുറത്തെടുക്കുന്നത്? ആമേൻ. നിന്റെ ആദരത്തിലൂടെ ജ്ഞാനികളെ ലജ്ജിപ്പിക്കുന്ന ആമേൻ ദൈവത്തിന്റെ വചനം വിളിച്ചു പറയാൻ. നിന്റെ കണ്ണു തുറന്നാൽ നീ അവിടെ ഇരിക്കത്തില്ല. നിന്റെ കണ്ണു തുറന്നാൽ നീ മിണ്ടാതിരിക്കത്തില്ല. നിന്റെ കണ്ണു തുറന്നാൽ നീ അടങ്ങി ഇരിക്കത്തില്ല. ഇന്ന് പകൽ കണ്ണു തുറന്നവന് അതരം അടച്ചിരിപ്പാൻ കഴിയത്തില്ല. കണ്ണു തുറന്നവൻ സംസാരിക്കും. അവൻ സംസാരിക്കാൻ തുടങ്ങും. അവന് മിണ്ടാതിരിക്കാൻ പറ്റത്തില്ല. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. അവൻ വായ തുറക്കും. അവൻ വായി തുറക്കുമ്പോൾ സ്തോത്രം, നീ ആയിട്ട് പുറത്തു പോകണ്ട. ദൈവം നിന്നെ എന്ത് ചെയ്യും? സ്തോത്രം. അവരായിട്ട് തന്നെ എന്ത് ചെയ്യും? താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. ഇന്ന് പകൽ എനിക്കറിയില്ല, ദൈവം ഒരുവന്റെ കണ്ണ് തുറന്നാൽ
അവൻ്റെ കണ്ണിനെ മാത്രമല്ല, അവൻ്റെ വായ തുറക്കും ദൈവം. അവൻ്റെ വായ തുറക്കും. കണ്ണ് മാത്രമല്ല, അവൻ്റെ വായ തുറക്കും. അവൻ്റെ വായ തുറക്കുക മാത്രമല്ല, അവൻ്റെ വായുടെ മേൽ ദൈവത്തിൻ്റെ വചനങ്ങളെ നൽകും. ഓ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞാൻ പറയുന്നു, ഇനി ആശ്ചര്യപ്പെടണം. ആമേൻ സ്തോത്രം. ജനം ആശ്ചര്യപ്പെടാൻ കാരണം എന്തെന്നറിയോ? ആമേൻ സ്തോത്രം. ഇന്നലെ ഭിക്ഷയ്ക്കിരുന്നവൻ ഇന്ന് ആമേൻ പ്രസംഗിക്കുക. സ്തോത്രം, സ്തോത്രം. ഇന്നലെ ഭിക്ഷയ്ക്കിരുന്നവൻ ദൈവം അവന്റെ വായിൽ വചനത്തെ കൊടുത്തപ്പോൾ അവൻ പ്രസംഗിക്കുകയാ. ആരോടാ പ്രസംഗിക്കുന്നത്? ജ്ഞാനികളോട്. ഇന്ന് പകൽ നിങ്ങളുടെ കണ്ണ് തുറന്നാൽ നിങ്ങൾ പ്രസംഗിക്കും. ആരോട് പ്രസംഗിക്കും? ഓ, പാരമ്പര്യത്തിൽ ഇരിക്കുന്നവരോട് നിങ്ങൾ പ്രസംഗിക്കും. ജ്ഞാനികളോട് നിങ്ങൾ പ്രസംഗിക്കും. ഓ സ്തോത്രം, സ്തോത്രം. ഇന്ന് പകൽ നിങ്ങളുടെ കണ്ണ് തുറന്നാൽ ആമേ സ്തോത്രം, ഹല്ലേലൂയ, മിണ്ടാതിരിക്കാൻ പറ്റുകയില്ലെന്ന്. ഇന്ന് പകൽ നമ്മുടെ കണ്ണ് തുറന്നാൽ എനിക്കറിയില്ല, ഇതിനകത്തൊരു ആത്മസാന്നിധ്യം ചലിക്കുന്നത് എനിക്കറിയാം. ഹല്ലേലൂയ, ആമേ സ്തോത്രം. ഞാൻ വേഗത്തിൽ ഞാൻ പ്രാർത്ഥിക്കാൻ പോകുക. ഹല്ലേലൂയ. അവനെ പുറത്താക്കി. ആമേ സ്തോത്രം. പക്ഷേ അവനെ പുറത്താക്കി. എന്നാൽ അവനെ പുറത്താക്കി എന്ന് യേശു കേട്ടു. അവനെ കണ്ടപ്പോൾ, നീ ദൈവപുത്രനിൽ വിശ്വസിക്കുന്നു എന്ന് ചോദിച്ചു. അതിന് അവൻ, യജമാനനെ, അവൻ ആരാകുന്നു, ഞാൻ അവനിൽ വിശ്വസിക്കാമെന്ന് പറഞ്ഞു. സ്തോത്രം, സ്തോത്രം. യേശു അവനോട്, നീ അവനെ കണ്ടിട്ടുണ്ട്, നിന്നോട് സംസാരിക്കുന്നവൻ അവൻ തന്നെ. ഉടനെ അവൻ, കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു. ഹല്ലേലൂയ. എന്ന് പകൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ഭയങ്കര എൻകൗണ്ടർ ഉണ്ടാകാൻ പോവുക. ആമേൻ. ദൈവത്തിൻ്റെ സ്തോത്രം. എല്ലാ കണ്ണുകളും അടയട്ടെ. എല്ലാവർക്കും ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാമോ? Glory to God. Glory to God. Glory to God. ശമനരകന വൈഡമനിയം തൽ പ്രൗഢമസിയാന. ഇന്ന് പകൽ ദൈവം ചിലരെ കണ്ണുകളെ ദൈവം തുറക്കും. എല്ലാ കണ്ണുകളും അടഞ്ഞ ആമേൻ. ആരും അടുത്ത് നിൽക്കുന്നവരെ നോൽക്കരുത്. സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് പകൽ പുറമേയുള്ള കണ്ണല്ല, ദൈവക്കുഞ്ഞ നിന്റെ അകത്തെ കണ്ണുകളെ ദൈവം തുറക്കും. അകത്തെ കണ്ണ് തുറന്നാൽ ആമേ സ്തോത്രം, പുരോഹിതന്മാരെ നീ ഭയപ്പെടത്തില്ല, മനുഷ്യനെ നീ ഭയപ്പെടത്തില്ല, അധികാരങ്ങളെ നീ ഭയപ്പെടത്തില്ല. ആമേ സ്തോത്രം. ന്യായപ്രമാണത്തിൻ്റെ ചരിത്രം പഠിച്ചു നോക്കിയാൽ ആമേ, എല്ലാവരും പ്രാർത്ഥിച്ചേ, ആരും മൗനമായി നിൽക്കരുത്. ഇന്ന് പകലിൽ ഒരു ദൈവിക സ്പർശനം നിങ്ങളുടെ മേൽ വീഴും. നിങ്ങളുടെ കണ്ണുകളെ ദൈവം തുറക്കും. ആമേ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ന്യായപ്രമാണത്തിൻ്റെ ചരിത്രം നോക്കിയാൽ, സ്തോത്രം, ആരും ജീവിച്ചിട്ടില്ല. ന്യായപ്രമാണത്തിനകത്ത് മരണം നിഴലിട്ട് നിൽക്കുമ്പോൾ ഇന്ന് പകൽക്കാലം അതിൻ്റെ നടുവിൽ നിന്നു തേജോമയനായ ക്രിസ്തു തൻ്റെ ശിഷ്യന്മാർക്ക് വെളിപ്പെടുകയാണ്. ഇത് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ചിലരുടെ മേൽ അസാധാരണമായ ദൈവകൃപയുടെ ഒരൊഴുക്ക് നിങ്ങളുടെ മേൽ വെളിപ്പെടും. ഞാൻ ഈ വചനം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ചിലരുടെ കണ്ണുകളെ ദൈവം തുറക്കും. ചില ദർശനങ്ങൾ നിങ്ങൾ കാണും. ചില വചനങ്ങൾ നിങ്ങളുടെ നാവിന്മേൽ പരിശുദ്ധാത്മാവ് തരും. ഇതൊരു സാധാരണ ആരാധന പോലെ അലക്ഷ്യമായി ആരും നിൽക്കരുത്. പ്രാർത്ഥിച്ചോ. ദൈവവേദലേ, ഇന്ന് പകൽ നിന്റെ കണ്ണ് തുറന്നാൽ, നിന്റെ നാവിൽ ഒരു വചനത്തെ തന്നാൽ, നിന്റെ ചരിത്രം മാറാൻ പോകുക, നിന്റെ പൊസിഷൻ മാറാൻ പോകുക. ഈ കുരുടന്റെ പൊസിഷൻ മാറിയത് അവന്റെ കണ്ണ് തുറന്നപ്പോൾ, ആമേൻ സ്തോത്ര, ഹല്ലേലൂയ, അവൻ ആലയത്തിനകത്ത് വരുവാനിടയായി തീർന്നു. ഇന്ന് പകൽക്കാലം നിനക്ക് വേണ്ടി ചില വഴികളെ ദൈവം തുറക്കും. ചില വാതിലുകൾ നിനക്ക് വേണ്ടി തുറക്കപ്പെടും. നിന്റെ ശബ്ദം കേൾക്കാൻ ഒരു കൂട്ടം പേർ നിന്റെ മുമ്പിൽ, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, നിൽക്കും.
നീ ആമേ സംസാരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് വിശ്വസിക്കാൻ കഴിയാത്തതുപോലെ നിന്റെ നാവിന്മേൽ ജ്ഞാനത്തിന്റെ വാക്കുകൾ, ആമേ സ്തോത്ര ഹല്ലേലൂയ, ആമേ ജ്ഞാനത്തിന്റെ വചനങ്ങൾ നിന്റെ നാവിന്മേൽ സ്വർഗം ഇന്ന് പകൽ കൈമാറും. ഇതിനകത്ത് വലിയ ആത്മപകർച്ച ഇതിനകത്തുണ്ടാകും. ഇതിനകത്ത് വലിയ ആത്മപകർച്ചയുണ്ടാകും. ആരും മൗനമായി നിൽക്കുക. എല്ലാവരും പ്രാർത്ഥിച്ചോണം. ഹല്ലേലൂയ. കർത്താവിന്റെ കാമേ കരുതൽ ഇതിനകത്ത് ചലിക്കട്ടെ. നിന്റെ ചരിത്രത്തെ മാറ്റിമറിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ഒരു എൻകൗണ്ടറിംഗ് ഇന്ന് പകൽക്കാലം ദൈവകുഞ്ഞ് നിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുക. ഹല്ലേലൂയ. നിന്നെ കാണുന്നവർ ആശ്ചര്യപ്പെടത്തക്ക നിലകളിൽ നിന്റെ മേലൊരു കൈമാറ്റം നടക്കും. നിന്റെ മേലൊരു സാന്നിധ്യം. ആരും ഇന്ന് വരെ കാണാത്ത ആ തേജസ്കരിക്കപ്പെട്ട ക്രിസ്തുവിനെ നീ കാണും. ഇന്ന് വരെ നീ കേൾക്കാത്ത ദൈവശബ്ദം നീ കേൾക്കും. നിന്റെ ചരിത്രം മാറും. ജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ഇന്ന് പകൽ നിന്റെ മേൽ ഒരു തിരഞ്ഞെടുപ്പ് വീഴട്ടെ. ദൈവത്തിന്റെ കരം ചലിക്കട്ടെ. ദൈവത്തിന്റെ മഹത്വം ചലിക്കട്ടെ. ഇന്ന് പകൽ നിന്റെ കുടുംബത്തിനകത്ത് നിന്റെ ചരിത്രം മാറട്ടെ. നിന്റെ പേര് മാറട്ടെ. നിന്റെ മാതാപിതാക്കളുടെ തല ഉയരട്ടെ. ഇന്ന് പകൽ കർത്താവേ, ഈ കണ്ണുകളെ നീ തുറക്കണമേ. അവിടെ ഹൃദയ കണ്ണുകളെ നീ തുറക്കണമേ. യേശുവേ, ഇന്ന് പകൽ ഹൃദയ കണ്ണുകളെ എന്റെ ദൈവം തുറക്കണമേ. യേശുവിന്റെ നാമത്തിൽ കണ്ണുകൾ തുറന്നു വരട്ടെ. ഭയം മാറിപ്പോകട്ടെ. ന്യായപ്രമാണത്തിന്റെ ഭയം, ന്യായപ്രമാണത്തിന്റെ സ്വാധീനം, ന്യായപ്രമാണത്തിന്റെ ശക്തി ഇന്ന് പകൽ ദൈവ സഭയ്ക്കകത്ത് നിന്ന് മാറിപ്പോകട്ടെ. ന്യായപ്രമാണത്തിന്റെ സ്വാധീനങ്ങൾ ദൈവസഭയ്ക്കകത്ത് നിന്ന് ഇന്ന് പകൽക്കാലം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം അത് മാറിപ്പോകട്ടെ. അതിന്റെ സ്വാധീനം മാറിപ്പോകട്ടെ. ഹൃദയങ്ങളിൽ നിന്ന് ആ മൂടുപടം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ന്യായപ്രമാണത്തിന്റെ മൂടുപടങ്ങൾ ഇന്ന് പകൽ മാറിപ്പോകട്ടെ. വചനം പറയുന്നു, ന്യായപ്രമാണത്തിന്റെ മൂടുപടം നീങ്ങിയ മുഖത്ത് ക്രിസ്തു കണ്ണാടി പോലെ അവന്റെ തേജസ് കണ്ണാടി പോലെ ഇന്ന് പകൽക്കാലം പ്രതിബിംബിക്കുന്നവരായി. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. തേജസ്സിന്മേൽ തേജസ് ഇന്ന് പകൽക്കാലം ആമേൻ തേജസ്സിന്റെ ആമേൻ ന്യായപ്രമാണം നിലനിൽക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ആമേൻ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഇത് തേജസ് അല്ല, ഇത് തേജസ്സിന്മേൽ തേജസ്. ഇന്ന് പകൽക്കാലം ഇതിനകത്ത് നിൽക്കുന്നവരുടെ മുഖത്ത് തേജസ് അല്ല വെളിപ്പെടുന്നത്, ആമേൻ തേജസ്സിന്മേൽ തേജസ്. ആമേൻ ക്രിസ്തുവിന്റെ മുഖത്ത് പ്രകാശിച്ച അതേ തേജസ് ഇന്ന് പകൽ ദൈവസഭയ്ക്ക് ആ ക്രിസ്തുവിന്റെ തേജസ് ഇന്ന് പകൽ പ്രകാശിക്കട്ടെ. എല്ലാ നിരാശകളും, എല്ലാ ദുഃഖങ്ങളും, എല്ലാ ഭാരങ്ങളും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ എല്ലാ മുഖത്തു നിന്നും ഇന്ന് പകൽ മാറിപ്പോകട്ടെ. എല്ലാ ആമേൻ യാചകന്റെ ശബ്ദമല്ല, ഒരു അധികാരിയുടെ ശബ്ദം ഇന്ന് പകൽക്കാലം മുഴങ്ങട്ടെ. Glory to God. Glory to God. Glory to God. Glory to God. ഇന്ന് പകൽ ഒരു യാചകന്റെ ശബ്ദമല്ല, ഒരു കുരുടന്റെ ശബ്ദമല്ല. ഇന്ന് പകൽ ദൈവകുഞ്ഞെ നിന്റെ കണ്ണ് തുറന്നാൽ ആമേൻ സ്തോത്രം, നിന്റെ വായ അടക്കി വെക്കാൻ പറ്റത്തില്ല. നിന്റെ വായിൽ ദൈവത്തിൻ്റെ വചനങ്ങൾ, ദൈവത്തിൻ്റെ ശബ്ദം. ഇന്ന് പകൽക്കാലം നീ ഒരു ദൈവ ശബ്ദമായി മാറും. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽ ദൈവകുഞ്ഞെ നിന്റെ കണ്ണ് തുറന്നാൽ നീ ദൈവത്തിൻ്റെ ശബ്ദമായി മാറും. ആമേൻ സ്തോത്രം. നിന്റെ പൊസിഷൻ മാറും. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ഇന്നലകളിൽ വ്യക്തതയില്ലാതെ ആമേൻ നടന്ന നീ ഇനി വ്യക്തതയോടെ നീ നടക്കും.
നീ വ്യക്തത, നിന്റെ പ്രവൃത്തിയിൽ വ്യക്തത, നിന്റെ സംസാരത്തിൽ വ്യക്തത, നിന്റെ കാഴ്ചപ്പാടിൽ വ്യക്തത. ഇന്ന് പകൽ ഹല്ലേലൂയ ഒരു മൂടുപടത്തിന് കീഴിലല്ലെന്ന് ഞാനും നിങ്ങളും ഇരിക്കുന്നത്. ഒരു മൂടുപടത്തിന്റെ കീഴിലല്ല, ആമേ, തുറന്നൊരു സ്വർഗത്തിന്റെ കീഴിൽ ഇന്ന് പകൽ ദൈവകുഞ്ഞേ സ്വർഗം നിന്നെ ഇരുത്തിയിരിക്കുകയാ. ഒരു മൂടുപടത്തിന് കീഴിലല്ല, വ്യക്തതയില്ലാത്ത ഒരു മൂടുപടത്തിന് കീഴിലല്ല ഇന്ന് പകൽ ഞാനും നിങ്ങളും ഇരിക്കുന്നത്. ആമേൻ. മൂടുപടം മാറി, ഓ സ്വർഗം തുറക്കപ്പെട്ട് ഇന്ന് പകൽ അവന്റെ ശബ്ദം മുഴങ്ങട്ടെ, മുഴങ്ങട്ടെ. ഇതിനകത്ത് ഓരോ വ്യക്തിഗതമേലും ദൈവ ശബ്ദം മുഴങ്ങട്ടെ, ദൈവ ശബ്ദം മുഴങ്ങട്ടെ. പൊസിഷൻ മാറട്ടെ. ഇന്നലകളിൽ നീ നിന്നതുപോലെയല്ല, അടുത്തൊരു തലത്തിലേക്ക് പരിശുദ്ധാത്മാവ് നിന്നെ നിർത്തത്തക്ക നിലകളിൽ നിന്റെ കണ്ണുകൾ തുറക്കട്ടെ. യെസ്, ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം.